നമസ്കാരം, സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. 60 വയസ്സ് കഴിഞ്ഞവർ, അതല്ല ഒരു 50 കഴിയുമ്പം തൊട്ട് പ്രായമായവരൊക്കെ യൂഷ്വലി ചെയ്യുന്ന ഒരു വ്യായാമം എന്ന് പറയുന്നത് നടത്തമാണ്. നമ്മൾ നിരവധി പേരെ കാണുന്നുണ്ട്. പ്രായമായവർ രാവിലെയും വൈകിട്ടും ഒക്കെ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ നടക്കുന്നത്. അപ്പോൾ അതൊരു നല്ല വ്യായാമം തന്നെയാണ്. എങ്കിലും ഈ നടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വാഹനം വരുമ്പോൾ ഉടനെ ഒന്ന് തിരിഞ്ഞു നോക്കുക, അപ്പോൾ അവരുടെ ബാലൻസ് നഷ്ടപ്പെടുക. അതുപോലെ ആരെങ്കിലും ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരായിട്ടോ കൂട്ടിയിടിച്ച് വീഴാൻ പോവുക, അതല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിൽ തട്ടി ഒക്കെ വീഴാൻ പോവുക. അപ്പോൾ ഒക്കെ കാലിന് ബലക്കുറവുള്ളവർ പെട്ടെന്ന് വീണു പോകും. പ്രത്യേകിച്ച് നമ്മുടെ ആംഗിൾ കാഫ് മസിലൊക്കെ സ്ട്രോങ് അല്ലെങ്കിൽ പെട്ടെന്ന് വീഴാൻ പോകും. അതുപോലെ പെട്ടെന്ന് തിരിയുമ്പോൾ നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ നടത്തം എന്നുള്ള വ്യായാമത്തിനോടൊപ്പം ചെയ്യേണ്ട എക്സസൈസുകളാണ്. ലളിതമായിട്ട് ചെയ്യാവുന്നതാണ്. പ്രായമായവർക്ക് ബുദ്ധിമുട്ടുള്ള മറ്റ് എക്സസൈസുകൾ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവരെല്ലാവരും നടപ്പ് എന്ന് പറയുന്ന ആ വ്യായാമത്തെ ആശ്രയിക്കുന്നത്. നടപ്പ് ഒഴിവാക്കണ്ട, നടക്കുന്നതിനോടൊപ്പം തന്നെ ഈ വ്യായാമങ്ങൾ കൂടെ ചെയ്യണം. കാരണം നമ്മുടെ കാഫ് മസിൽ സ്ട്രോങ് ആവണം, നമ്മുടെ ആംഗിൾ സ്ട്രോങ് ആവണം, അതുപോലെ നല്ല ബോഡി പോസ്റ്റർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. കൂവിനൊക്കെ ഇരുന്നാൽ നമ്മുടെ ഈ ഭാഗത്തെയൊക്കെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ ഉള്ള ആ എഫിഷ്യൻസി കുറയും. അപ്പോൾ അത് കറക്റ്റ് ആകണം. അതുപോലെ ബാലൻസ് ആൻഡ് കോർഡിനേഷൻ പ്രായമാകുമ്പോൾ എല്ലാവർക്കും അത് കുറയും. അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു വ്യായാമം കൂടെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ചെയറിൻ്റെ സപ്പോർട്ടോടെയോ അല്ലെങ്കിൽ ഒരു ഭിത്തിയുടെ സപ്പോർട്ടോടെയോ നിങ്ങൾ നിന്നിട്ട് സാവധാനം കാലുകൾ ഉയർത്തുക. ഞാനിപ്പം ഈ ചെയറിൽ നമ്മൾ വെല്ലുകൊണ്ട് അതിലേക്ക് ഫുൾ ഫോഴ്സ് കൊടുക്കുന്നില്ല. വെല്ലുകൊണ്ട് ഈ ചെയർ പിടിച്ചിട്ട് സാവധാനം കാലുകൾ ഉയർത്തുക. പെട്ടെന്ന് താക്കരുത്. എന്നിട്ട് ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾ പെട്ടെന്ന് താക്കാതെ സാവധാനം താക്കുക. അപ്പോൾ നിങ്ങളുടെ കാഫ് മസിലിനുണ്ടാകുന്ന സ്ട്രെച്ചിങ് പ്രഷറും ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് ഉയരുക, വിരലിൽ കുത്തി നന്നായിട്ട് ഉയരുക. കാഫ് മസിലിൻ്റെ ഭാഗം, നമ്മുടെ ബാക്ക് ആംഗിളിൻ്റെ ഭാഗം ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഹോൾഡ് ചെയ്തിട്ട് സാവധാനം പതുക്കെ താക്കുക. പെട്ടെന്ന് താത്തിയാൽ ആ കാഫ് മസിലിനുണ്ടാകുന്ന ആ ഒരു പ്രഷർ സ്ട്രെച്ചിങ്ങും അത്ര ഇഫക്റ്റീവ് ആകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ സാവധാനം ഇതുപോലെ ഒരു ഭിത്തിയിലേക്ക് കൈ അകലത്തിൽ മാറി നിൽക്കുക. ഇത്ര അടുത്തല്ല, കൈ അകലത്തിൽ ഇത്രയും മാറി നിൽക്കുക. കൈ രണ്ടും ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വന്ന് ഹോൾഡ് ചെയ്യുക. കൈകൾ ഇത്ര ഇങ്ങനെ പോകരുത്. കൈകൾ ഇപ്പം ആംഗിൾ ഒരു 45 ഡിഗ്രി ആംഗിളിൽ കൈ വരാവുള്ളൂ, അല്ലാതെ ഇങ്ങനെ പോകരുത്. ഓക്കെ, ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുന്നു, ഭിത്തിയിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നു. ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് സാവധാനം ഇങ്ങോട്ട് വരുന്നു. വീണ്ടും ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യുക. ഓക്കെ, അടുത്ത വ്യായാമത്തിന് നിങ്ങളൊരു സ്ട്രെച്ച് ചെയ്യുന്ന എന്തെങ്കിലും ബാർ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ എടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഒരു ഷോളാണ് എടുത്തിരിക്കുന്നത്. ഇത്ര നല്ല ബലം കൊടുത്ത് ഇങ്ങനെ പിടിക്കുന്നു. എന്നിട്ട് സാവധാനം കൈകൾ ഇത്ര ഇങ്ങനെ കൊണ്ടുവന്ന് പിടിക്കുന്നു. ആ പൊസിഷനിൽ കുറച്ച് നേരം ഇങ്ങനെ നിർത്തണം. ഓക്കെ, വീണ്ടും എൻ്റെ കയ്യിലിപ്പം ബാറില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് സ്വീകരിക്കുന്നത്. ദെൻ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പോസ്റ്റർ കൂനി കൂടി കഴുത്തൊക്കെ നീണ്ട് പ്രായമാകുമ്പം അങ്ങനെ ഒരു പോസ്റ്റർ ചിലർക്ക് വരും. അപ്പം ഈ ഷോൾഡർ ബ്ലേഡിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് മനസ്സിലാക്കുക. അപ്പം ആ ഭാഗം ഒന്ന് പോസ്റ്റർ ശരിയാകാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കൂനൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് തുടങ്ങുക. ഓക്കെ, ഇങ്ങനെ പിടിക്കുന്നു. ഈ പൊസിഷനിൽ ഒരു 5 സെക്കൻഡ് പിടിക്കുക. ദെൻ സാവധാനം കൈക്ക് ബലം കൊടുത്ത് കൈയെ ഇത്ര ഇങ്ങനെ പിടിക്കുക. ഈ പൊസിഷനിലും ഒരു 5 സെക്കൻഡ് പിടിക്കണം. അങ്ങനെ ചെയ്യുന്നതൊരു ബുദ്ധിമുട്ടാണെന്നുള്ളവർ കൈകൾ ഇങ്ങനെ കൊണ്ടുവരിക. ദെൻ ഇങ്ങനെ പിന്നെ മറ്റേ കൈമേലിൽ
ഈ കൈ മേളിൽ, റൈറ്റ് ഹാൻഡ് മേളിൽ, ലെഫ്റ്റ് ഹാൻഡ് മേളിൽ, റൈറ്റ് ഹാൻഡ് മേളിൽ, ഇതൊക്കെ നിവർന്നിരുന്ന് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഈ ബാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ഇങ്ങനെ വലിച്ച്, അപ്പോൾ കുറച്ച് ഫോഴ്സും കൂടെ വരും. അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അതുപോലെ നമ്മൾ യോഗാസനത്തിൽ താടാസനമൊക്കെ ചെയ്യുന്നത് നമ്മുടെ പോസ്റ്റർ എപ്പോഴും നല്ല രീതിയിൽ നിൽക്കാൻ സഹായിക്കുന്നതാണ്. അത് കിടന്നിട്ടും ചെയ്യാം, നിന്നിട്ടും ചെയ്യാം താടാസനം. കൈകൾ ഇതുപോലെ വിരലുകൾ മേളിൽ ഇങ്ങനെ കോർത്ത് തിരിച്ചു പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് വിരലിലൂന്നി നിൽക്കുക. ഇങ്ങനെ നിൽക്കുന്നതാണ് നിന്നിട്ട് താടാസനം ചെയ്യുന്നത്. ഇങ്ങനെ നിൽക്കുമ്പോഴും അതെ, നമ്മളുടെ കാലിൻ്റെ വിരൽ തൊട്ട് കൈയുടെ വിരൽ വരെ നല്ല സ്ട്രെച്ചിങ് ബോഡിക്ക് വരുന്നുണ്ട്. നല്ല ബോഡി പോസ്റ്റർ നിലനിർത്താൻ ഈ താടാസനം ഇത് റെഗുലറായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. കൈകൾ ഇങ്ങനെ വിരലുകൾ തമ്മിൽ കോർത്തിട്ട് പുറകോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. കാലിൻ്റെ പാദം ഒന്ന് കൂർപ്പിച്ച് പിടിക്കുക. കൈകൾ ചെവിയോട് ചേർന്ന് ഇങ്ങനെയാണ് വിരലുകൾ കോർത്ത് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഇതാണ് കിടന്നുകൊണ്ട് നമ്മൾ താടാസനം ചെയ്യുന്നത്. ഇങ്ങനെയാണ്. എന്നിട്ടൊന്ന് റിലാക്സ് ചെയ്യുന്നു. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ 10 തവണ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒറ്റക്കാലിൽ നിൽക്കുക. ഒരു 30 സെക്കൻഡേലും ഒറ്റക്കാലിൽ ഒരിടത്തും ടച്ച് ചെയ്യാതെ നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ലത്. അങ്ങനെ മാറി മാറി 2 കാലും ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. പെട്ടെന്ന് നടക്കുന്ന വഴി പെട്ടെന്ന് തിരിഞ്ഞിട്ട് നമ്മൾ വീഴാൻ പോകുന്ന ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ ഇങ്ങനെ ഒറ്റക്കാലിൽ നിന്ന് ശീലിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊരു എക്സസൈസാണ് നമ്മളുടെ ബാലൻസ് ആൻഡ് കോർഡിനേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു എക്സസൈസാണ് ഡെഡ് ബഗ് എക്സസൈസ് എന്ന് പറയും. ഡെഡ് ബഗ് എക്സസൈസ്. കാലുകൾ രണ്ടും ഇതുപോലെ തറയ്ക്ക് പാരലായിട്ട് ഉയർത്തുക. കൈ ഇങ്ങനെ ഉയർത്തി പിടിക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് കൈ ഓപ്പോസിറ്റ് കാല് മൂവ് ചെയ്യിക്കുക. ഓക്കെ. വലത് കൈ പുറകോട്ട് വെച്ചു, ഇടത് കാല് താത്തി. ഓക്കെ. ദെൻ ഇടത് കൈ പുറകോട്ട് വെച്ചു, വലത് കാല് താത്ത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് തിങ്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോവും. ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് വ്യത്യാസം മനസ്സിലല്ലേ. ഇപ്പം ഒരേ സൈഡിലെ കാലും കൈയും ആണെങ്കിൽ നമുക്ക് മൂവ് ചെയ്യിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇത് നമ്മൾ ഒന്ന് ആലോചിച്ച് വേണം ചെയ്യാൻ. ഓപ്പോസിറ്റ് കാലും കൈയും. ഇതിനാണ് ഡെഡ് ബഗ് എക്സസൈസ് എന്ന് പറയും. ഓക്കെ. ഈ രീതി ചെയ്യുന്നതും നമ്മൾ പെട്ടെന്ന് വീഴാൻ പോകാതെയൊക്കെ ഒരു ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ. അപ്പം പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ ഇതുപോലെ പ്രായമായിട്ട് ഇരിക്കുന്നവർക്ക് അവരൊക്കെ ഒന്ന് ചെയ്യട്ടെ. അല്ലാതെ നടപ്പ് മാത്രം പോരാ, ഈ എക്സസൈസും കൂടെ ഉറപ്പായിട്ടും ചെയ്യണം. അതുകൊണ്ട് വീഡിയോ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പ്രയോജനമുള്ള മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ബൈ.